Hi viewers, welcome to Sumi's Kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും മലയാളികൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഉഴുന്നുവടയാണ്. ഉഴുന്നുവട ഇഷ്ടമില്ലാത്തൊരു മലയാളി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്തൊക്കെയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് നോക്കാം. ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയത്, നന്നായിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുത്തത്. 2 മണിക്കൂറിൽ കൂടരുത്, 2 മണിക്കൂറാണ് കറക്റ്റ് ടൈം. ഇതുകൂടാതെ 2 പച്ചമുളക് നീളത്തിൽ വട്ടത്തിലരിഞ്ഞത്, 2 തണ്ട് വേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, റവ 1 സ്പൂൺ, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കുരുമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചത്, ഉപ്പ്. നമ്മൾ ഉഴുന്നെടുത്തിരിക്കുന്നത് 250 ഗ്രാമാണ്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുരുമുളക് 1/2 ടീസ്പൂൺ, റവ 1 സ്പൂൺ, ഒത്തിരി വേണ്ട. റവ അല്ലെങ്കിൽ അരിപ്പൊടി ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ക്രിസ്പി ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇത് മിക്സ് ആക്കിയതിന് ശേഷം അധികം നേരം വെക്കരുത്. അധികം നേരം വെച്ചിരുന്നാൽ ഇത് ഒത്തിരി എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുക്കാം. അതിൽ കൈ ഒന്ന് മുക്കുക. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് മാവ് കയ്യിലേക്ക് ഇട്ടുള്ളൂ. അതിനുശേഷം കയ്യിലൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നടുക്ക് ഒരു തുള ഈ കൈ കൊണ്ട് കുത്തി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ ഇട്ട് പൊരിക്കുക. ഇങ്ങനെ നമ്മുടെ വട നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ക്രിസ്പി ആയിട്ടുണ്ട്, വളരെ സ്വാദിഷ്ടമാണ്. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.